എന്ത് പറയുന്നു ഫുഡിനെ പറ്റി? പിന്നെ ഞങ്ങളൊരു ഊട്ടിന് പോവാണ്. ഇത് വേറെ എവിടെയില്ല, നമ്മുടെ പെരിഞ്ചേരി പള്ളിയിലാണ്. പിന്നെ അവൻ പറഞ്ഞത് നിങ്ങൾ കാര്യമാക്കി എടുക്കണ്ട, ഫുഡൊക്കെ നല്ല ഫുഡ്. ഇവന്മാര് ഇവിടേക്ക് നിർബന്ധിച്ചു കൊണ്ടത് ബീഫ് ഉണ്ടെന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗതി കേട്ടിട്ട് ഈ വെയിലത്ത് ഇത്രയും വലിയ വരിക്ക് നിന്ന് കയറിയതകത്ത്. പക്ഷെ പിന്നെയാണ് സത്യവുമായിരിക്കും ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത്. എടാ നിന്നൊക്കെ പറ്റിച്ചറാ, ബീഫല്ല സോയാബീൻ ആയിരുന്നു. പക്ഷെ ഇത്രയും വരിയൊക്കെ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഈ അമ്പലത്തിൽ അന്നദാനവും ഇവിടത്തെ പള്ളിയിൽ ഊട്ടൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. സത്യം പറയാൻ ഈ വെജാന്ന് പറഞ്ഞിട്ട് വരാണ്ട് ഊട്ടിനിരിക്കുന്നവർക്ക് ആ വൈബ് കിട്ടില്ല. ഇനി ഇവിടേക്ക് വന്ന് പിള്ളേരായിട്ട് വന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു സുഖം, അതൊരു ഫീൽ തന്നെയാണ്. ബീഫില്ലാത്തന്റെ വിഷമ മുഖത്ത് കാണിച്ചോണ്ടിരിക്കുന്നു. ഇനി പിന്നെ വിളിച്ചു കൊണ്ടല്ല ചായ കുടിച്ചിട്ട് പോവാ. ഡാടാ ഇവിടെ ഒന്നും കിടന്ന് ഇടിണ്ടാക്കല്ല, ഓടാൻ വയ്യ. അങ്ങനെ നമ്മൾ നേരെ പോണത് ആറാട്ടുപുഴയിൽ കരിവഞ്ഞൂർക്ക് പോണ റൂട്ടിൽ അടിപൊളി ചായ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാണ് ഒമ്മാര് കൊണ്ടുപോകും. ചെന്നപ്പം ഞാൻ നേരെ ഇരിക്കുക. സമൂസയുണ്ട്, ഉള്ളിവടയുണ്ട്, പരിപ്പുവടയുണ്ട്. അത് പരിപ്പുവടയ്ക്ക് ഉണ്ടായിരുന്നു, ഞാൻ പരിപ്പുവട എടുത്ത് കഴിച്ചു. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ചായക്ക് കുടിച്ചെന്ന് ഒരു ജ്യൂസും കുടിച്ചുട്ടോ. മുളക് കണ്ടാ വിടില്ലാട്ടാ. ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വീട്ടിൽ വേർതിരിക്കാണ്ട് ഇടയ്ക്ക് പുറത്തേക്ക് കൂട്ടുകാരന്മാരൊക്കെ ഇന്ന് പുറത്തു പോകും. എത്രയെന്ന് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഞാനും എന്റെ പിള്ളേരും.